ധാർമ്മികതയിൽ നിന്നും ചർച്ച ചെയ്യുന്നത്, മതവിശ്വാസങ്ങളിൽ നിന്നും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ധാർമ്മികത ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ച മനുഷ്യർ കൈവെക്കാൻ പറ്റാത്ത മേഖലയിൽ മനുഷ്യൻ കൈവച്ചു തുടങ്ങുമ്പോഴാണ് ധാർമ്മികതയുടെ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് ആത്മീയത ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. അവിടെയാണ് ആൾദൈവങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. അവിടെയാണ് ആൾദൈവങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യൻ കൈവെക്കാൻ സ്ഥാനമില്ലാത്തിടത്ത് മനുഷ്യൻ കൈവെക്കുന്നു. മനുഷ്യന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നു. ഒരിക്കലും ധാർമ്മികത മനുഷ്യനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉൽപ്പത്തി, മനുഷ്യന്റെ തുടക്കത്തിൽ തന്നെ പ്രഥമ മനുഷ്യനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആനിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമിഅ ഇമ്മാ യുഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒന്നാമത്തെ മനുഷ്യരോട് അല്ലാഹു നൽകിയ പ്രഖ്യാപനം, ഒന്നാമത്തെ മനുഷ്യരോട് അല്ലാഹു പറഞ്ഞ വാചകം, എന്റെയും നിങ്ങളുടെയും ബാപ്പയായ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം, ഹവ്വാ ബീവിയോട് അല്ലാഹു പറഞ്ഞ വാചകം, ഇമ്മാ യുഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പോകൂ പുറത്ത്, നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല, സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല. ഈ യാതൊരുവിധ അനുഗ്രഹങ്ങളും ആസ്വദിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നേരെ മറിച്ച് നിങ്ങൾക്കൊരു പുതിയ ഇടമാണ്, പുതിയ സങ്കേതമാണ്, അത് ഭൂമിയാണ്. ആ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള സന്മാർഗം, മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുന്നതായാൽ ഫമൻ തബിഅ ഹുദായ, ആ മാർഗത്തെ, ആ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ഭയപ്പെടേണ്ടതില്ല, അവൻ ക്ലേശിക്കേണ്ടതില്ല, അവന് ഭയമില്ല, അവന് ഭയാശങ്കകളില്ല, അവന് സമാധാനമാണ്. ആർക്കാണ് സമാധാനം? ആർക്കാണ് ഭയാശങ്ക ഇല്ലാത്തൊരു ജീവിതം? ആർക്കാണ് നിർഭയത്വം? ആ നിർഭയത്വം ഐഹിക ലോകത്ത് സാധ്യമാകുന്നത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രം, ഒരേ ഒരു സമൂഹത്തിന് മാത്രം. ആ സമൂഹം മറ്റാരുമല്ല. അവർ ഇത്തിബാ ചെയ്യുന്നു, അവർ പിൻപറ്റുന്നു. എന്തിനെയാണ് പിൻപറ്റുന്നത്? ഹിദായത്തിനെ, സന്മാർഗത്തെ. ആ സന്മാർഗത്തെയാണ് അവർ പുൽകുന്നത്. ആ സന്മാർഗം എവിടുന്നാണ് അവതരിക്കുന്നത്? ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നിൽ നിന്നാണ് ഹിദായത്ത്, എന്നിൽ നിന്നാണ് സന്മാർഗം. ആ സന്മാർഗം മനുഷ്യൻ സ്വീകരിക്കണം. അവിടെയാണ് മനുഷ്യൻ വെളിച്ചം കിട്ടുന്നവനാകുന്നത്, അവിടെയാണ് മനുഷ്യന് പ്രകാശം കിട്ടുന്നത്, അവിടെയാണ് മനുഷ്യൻ കാഴ്ചയുള്ളവനാകുന്നത്, അവിടെയാണ് മനുഷ്യൻ കേൾവിയുള്ളവനാകുന്നത്. വിശുദ്ധ ഖുർആൻ അത് സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം വളരെ ശക്തമായി പ്രയോഗിച്ചൊരു പ്രയോഗം. ആ പ്രയോഗം സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. അവർ അന്ധരാണ്, അവർ ബധിരരാണ്, അവർ മൂകരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആരെക്കുറിച്ചാ പറഞ്ഞത്? രണ്ട് കണ്ണും തുറന്നു പിടിച്ച ആളുകൾ, തന്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചവർ, കണ്ണാടിയിൽ നോക്കി തന്റെ സൗന്ദര്യം ആസ്വദിച്ചവൻ, അവനെ കുറിച്ച് പറഞ്ഞു സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. അവൻ അന്ധനാണ്, അവൻ മൂകനാണ്, ബധിരനാണ്, കാഴ്ചയില്ല, കേൾവിയില്ല. മാന്യ സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യരിൽ ചിലരെ സംബന്ധിച്ച് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. അവർ അന്ധരാണ്, ബധിരരാണ്, മൂകരാണ്, കാഴ്ചയില്ല, തികഞ്ഞ അന്ധതയിൽ, തികഞ്ഞ മൂകതയിൽ. എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു? അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകേണ്ട, പ്രകാശം നൽകേണ്ടത് അവർ സ്വീകരിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി, മാർഗദർശകമായി അവർ ഉൾക്കൊള്ളേണ്ടത് അവർ ഉൾക്കൊണ്ടിട്ടില്ല. അവർ പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയിട്ടില്ല. തികച്ചും മന്ദതയിൽ, ഇരുട്ടിൽ അവർ തപ്പിത്തടയുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഈ ലോകത്ത് മലക്കുകൾ സംശയിച്ചതുപോലെ ഏറ്റവും വലിയ അക്രമിയായി തീരും. അങ്ങനെ തീരുവാനുള്ള കഴിവ് മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിന്ദിക്കപ്പെടുന്ന സാഹചര്യം മനുഷ്യനുണ്ട്. ഒന്നിനും കൊള്ളാതെ ഏറ്റവും വലിയ കലാപങ്ങൾ അഴിച്ചുവിടുന്ന, തോന്നിവാസത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും പ്രതീകമായി മാറുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ട്. എന്നാൽ അതേ മനുഷ്യന് തന്നെ ഈ രൂപത്തിലുള്ള എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും മുക്തമായി സുന്ദരമായ, പ്രകാശമാനമായ ഒരു ജീവിത സാഹചര്യവും ഈ ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ കൃത്യമായ നിലക്ക് ആ പ്രകാശം സ്വീകരിക്കുവാൻ കഴിയണം. മനുഷ്യൻ ആ പ്രകാശം നേടിയെടുക്കുവാൻ കഴിയണം. ആ പ്രകാശം ഒരിക്കലും ഐഹിക ലോകത്ത്, ഈ ലോകത്ത്
പ്രത്യേകമായി സംവിധാനിക്കപ്പെട്ട, പ്രത്യേകമായി അലങ്കരിക്കപ്പെട്ട, പ്രത്യേകമായി ഒരുക്കപ്പെട്ട ഏതെങ്കിലും ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഠത്തിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്നതല്ല, ഏതെങ്കിലും ഒരു പർണശാലയിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്നതല്ല ആ പ്രകാശം, ആ വെളിച്ചം. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവാണ് ആകാശഭൂമികളുടെ പ്രകാശം. ആകാശഭൂമികളുടെ പ്രകാശം അല്ലാഹുവാണ്. മതലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യു യൂഖദു മിൻ ശജറത്തിൻ മുബാറക എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. അതേ മതലു നൂരിഹി, ആ അല്ലാഹുവിന്റെ പ്രകാശം, ആ പ്രകാശത്തിന്റെ ഉപമ കമിസ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെയാണ്. ഫീഹാ മിസ്ബാഹ്, അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്കാകട്ടെ ഒരു സ്ഫടികത്തിലാണ്. സുന്ദരമായ വിളക്ക്. ആ സുന്ദരമായ വിളക്ക്, സുന്ദരമായ വിളക്കുമാടത്തിൽ ഉള്ള ആ വിളക്ക്, അതേ സ്ഫടികത്തിലുള്ള വിളക്ക്, ആ സ്ഫടികമാകട്ടെ കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ, മിന്നിത്തിളങ്ങുന്ന ഒരു താരകം പോലെ, ഒരു നക്ഷത്രം പോലെ സുന്ദരമാണ്. അങ്ങനെയുള്ള സ്ഫടികത്തിലുള്ള വിളക്ക്. ആ വിളക്കിലാകട്ടെ എണ്ണയുണ്ട്. ആ എണ്ണയാകട്ടെ അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ളതാണ്. അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണ. ആ എണ്ണയ്ക്ക് തന്നെ ഒരു സ്വഭാവം, അത് സ്വയം പ്രകാശിക്കുന്നു, സ്വയം കത്തുന്നു. വലൗ ലം തംസസ്ഹു നാർ, തീ അതിനെ സ്പർശിച്ചില്ലെങ്കിലും തീയില്ലാതെ തന്നെ സ്വയം പ്രകാശിക്കുന്ന എണ്ണ, ആ എണ്ണയാണ് ആ വിളക്കിലുള്ളത്. തീ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ ആ എണ്ണ പ്രകാശമാനമാണ്, അത് പ്രകാശിക്കുന്നതാണ്. അതോടൊപ്പം കൂടി ആ പ്രകാശം പരത്തുന്ന വിളക്ക്, ആ വിളക്കിലുള്ള പ്രകാശം കൂടി, ആ വെളിച്ചം കൂടിയാകുമ്പോഴോ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം, പ്രകാശത്തിന് മേൽ പ്രകാശം. അങ്ങനെയാണ് അല്ലാഹു വഴി നടത്തുക, അങ്ങനെയാണ് അല്ലാഹു വെളിച്ചം കാട്ടുക, അങ്ങനെയാണ് ഒരു മനുഷ്യന് ബോധമുണ്ടാവുക. അപ്പോഴാണ് ഒരു മനുഷ്യന് കാഴ്ച കിട്ടുക, അപ്പോഴാണ് ഒരു മനുഷ്യന് കേൾവി ഉണ്ടാവുക, അപ്പോഴാണ് ഒരു മനുഷ്യന് സംസാരശേഷി കൈവരിക. അതുകൊണ്ട് ഐഹിക ലോകത്തൊരു മനുഷ്യൻ നേടേണ്ടത് ആ പ്രകാശമാണ്, ഹിദായത്താകുന്ന പ്രകാശം. ആ വെളിച്ചമാണ് മനുഷ്യൻ നേടേണ്ടത്. ആ വെളിച്ചം തരാൻ, ആ വെളിച്ചം തരാൻ, ആ വെളിച്ചം മനുഷ്യന് കൈമാറാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ആ വെളിച്ചം മനുഷ്യന് നുകർന്നു തരാൻ ഒരു ആൾ ദൈവത്തിനും കഴിയില്ല. ആ വെളിച്ചം മനുഷ്യന് പകർന്നു തരാൻ, ആ മനുഷ്യന് കൈമാറുവാൻ ഒരു കള്ളസന്യാസിക്ക് കഴിയില്ല. അതല്ലെങ്കിൽ ഈ രംഗത്ത് ചൂഷണത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു പുരോഹിതനും സാധ്യമല്ല. ആ ഹിദായത്ത് തരാൻ ഒരു പ്രവാചകനും കഴിയില്ല. ആ ഹിദായത്ത് തരാൻ ഒരു വലിയനും കഴിയില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി 40ാമത്തെ വയസ്സിൽ നിയോഗിക്കപ്പെട്ടു. അനാഥനായിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്താണിയായിരുന്ന അബൂ താലിബ്, ആ അബൂ താലിബിനോട് പ്രാരംഭഘട്ടം മുതൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞു കൊടുത്തു. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, എനിക്ക് അവിടെ നിന്ന് വഹി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് പറഞ്ഞു കൊടുക്കുന്നു. അബൂ താലിബിനെ ഉപദേശിക്കുന്നു. അബൂ താലിബ് അത് സ്വീകരിക്കുന്നില്ല. മുഹമ്മദ് നബി കളവ് പറയുന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിലല്ല അബൂ താലിബ് സ്വീകരിക്കാതിരുന്നത്. മുഹമ്മദ് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ എന്റെ നാട്, എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ കാരണവന്മാർ, അവർ വിചാരിച്ച, അവർ സ്വീകരിച്ച, അവർ നിലകൊണ്ട വിശ്വാസത്തിൽ നിന്നും ആചാരത്തിൽ നിന്നും അകരാൻ എനിക്ക് കഴിയില്ല. അബൂ താലിബ് പ്രവാചകന് സംരക്ഷണം കൊടുക്കുന്നതോടൊപ്പം പ്രവാചകന്റെ ആദർശത്തിൽ വിട്ടുനിൽക്കുന്നു. വർഷങ്ങൾ കൊഴിഞ്ഞുപോയി. അബൂ താലിബ് പ്രായാധിക്യം മൂലം രോഗത്തിനടിമപ്പെട്ടു. അവസാനം ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്ന സമയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നു. അബൂ താലിബിന്റെ തലയുടെ ഭാഗത്തിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, പറയൂ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നൊന്ന് പറയൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അബൂ താലിബിനോട് പറയുന്നു. അബൂ താലിബിന് അത് പറയാൻ കഴിയുന്നില്ല. അബൂ താലിബ് തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികളുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ്. ഇതാ ചുറ്റുമുള്ളവർ ഭീഷണിപ്പെടുത്തുന്നു. നമ്മുടെ ബാപ്പ, ഉപ്പുപ്പ, നമ്മുടെ സംസ്കാരം,
തലമുറ കൈമാറി കിട്ടിയ നമ്മുടെ വിശ്വാസം, ആ വിശ്വാസം അവസാന നിമിഷത്തിൽ കൈയൊഴിക്കരുത്.